Hello guys, Assalamualaikum. Welcome back to my channel. ഇന്നത്തെ ഇഫ്താർ റെസിപ്പീസ് ചിക്കൻ വിന്താലു ആൻഡ് പത്തിരിയാണ്. അപ്പോൾ ചിക്കൻ വിന്താലു എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ കുറച്ച് ഇഞ്ചി. അപ്പോൾ ഇതോടൊപ്പം 2 ഏലക്ക കൂടി ഇടണം. എൻ്റെ അടുത്ത് പൊടിയുള്ളത്, അതുകൊണ്ട് ഞാൻ പൊടി ഇട്ടു. പിന്നെ ഒരു 4-5 നമ്മുടെ കറാമ്പൂ ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, നമ്മുടെ വലിയ ജീരകം 1/2 ടീസ്പൂണ്, പട്ട ചെറിയ 2 കഷ്ണം, ഉലുവ 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, സാദാ മുളക് പൊടി 1 ടീസ്പൂൺ ഇടണം. ഞാൻ അതിന് പകരമായിട്ട് 4 പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇതൊക്കെ കൂടെ പേസ്റ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചതച്ചത് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി മെയിനായിട്ട് വേണ്ടത് വിനാഗിരിയാണ്. അത് നമുക്കൊരു ചെറിയൊരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ ചിക്കൻ വിന്താലു ഉണ്ടാക്കുന്നത് 1/2 കിലോ ചിക്കൻ കൊണ്ടാണ്. അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നല്ലോണം ചൂടായി വരട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ അടുത്ത് പത്തിരിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ വിന്താലു ഉണ്ടാക്കുന്ന ടൈമിൽ ഓയിൽ തന്നെ യൂസ് ആക്കാൻ നോക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ ചിക്കൻ വിന്താലുയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ഓയിലായിട്ട് തന്നെ എല്ലാവരും യൂസ് ആക്കാൻ നോക്കുക. സവാള ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ആവട്ടെ. അതിനിടയ്ക്ക് കൂടെ ഞാൻ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഉമ്മ പരത്തി തരുന്നുണ്ട്, ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഇന്ന് ആകെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. വീട്ടിലിങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്ക് കാരണം പണിയൊന്നും നേരെ നടന്നിട്ടില്ല. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൽ തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് തക്കാളി ഇടരുത്. കാരണം നമ്മൾ വിനാഗിരിയൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് കറിക്ക് ഒരുപാട് പുളിയേറും. അപ്പോൾ നമ്മൾ 2 തക്കാളി ആഡ് ചെയ്തിട്ടുള്ളൂ. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല ഇതിൻ്റെ പച്ചമണം മാറണം. അതുപോലെ തന്നെ ഇതൊക്കെ തക്കാളി ആണെങ്കിലും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയണ പോലെ ആവണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, അതുപോലെ നന്നായി കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ മസാല ഇടുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ ആരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു മസാല ഉണ്ടാക്കിയിട്ട് ഉള്ളിയും ഇതുപോലെ തക്കാളിയും ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിക്കുക. അങ്ങനെ എളുപ്പ പണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കടുക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ മസാലകളും അരച്ച് ചേർക്കണോണ്ടാണ് ഈ ചിക്കൻ വിന്താലു എന്നുള്ള കറിക്ക് നല്ലൊരു ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നതും. അപ്പോൾ മസാല നന്നായി വഴണ്ടി വന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ജാറിലുള്ള എല്ലാ മസാലയും എടുക്കണ പോലെ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 2 അല്ലെങ്കിൽ 2.5 അത് ആ ജാറിൻ്റെ അളവിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് കളർ കുറവുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സാധാ മുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടില്ലല്ലോ, പച്ചമുളകല്ല ആഡ് ചെയ്തിരിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് കളറിനൊരു ഡിഫറൻറ്റ്. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കനാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത്.
ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ വെന്ത് അതുപോലെ തന്നെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റണം. ഇനി അടച്ച് വെച്ച് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കണം. നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ചെറിയൊരു തിള വന്ന് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടപ്പിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് അടി പിടിക്കും. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഒരു എണ്ണക്കടിയും കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വെച്ച് നല്ലപോലെ വൃത്തിയാക്കുക. കോളിഫ്ലവർ ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ പൊരിച്ചത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വിന്താലോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നില്ലെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് നമുക്ക് പൊരിച്ച് പോരാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ വിന്താലും അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈയും കൂടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് പണിയൊന്നും എടുക്കാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ജ്യൂസും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 2 ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് പപ്പായ ജ്യൂസ്. അപ്പോൾ അത് നമുക്ക് ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ പൊരിച്ചെടുത്തിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ വിന്താലും ഉണ്ട്, അതുപോലെ പത്തിരി ഉണ്ട്. അപ്പോൾ ജ്യൂസായിട്ടുള്ളതെന്ന് തണ്ണിമത്തനും അതുപോലെ തന്നെ പപ്പായയാണുള്ളത്. അപ്പോൾ മുൻപുള്ള ഇഫ്താർ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. നല്ല അടിപൊളി വീഡിയോസാണ്. നല്ല നല്ല റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. എപ്പോഴും ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, കഴിക്കാൻ പറ്റുന്നത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനിരുന്ന് അപ്പോൾ ഇഫ്താറല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ടേബിളൊക്കെ നിരത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കുക, കഴിക്കണ ഭക്ഷണം മാത്രം ഉണ്ടാക്കുക. ഒരുപാട് ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റാക്കി കളയരുത് ആരും. അപ്പോൾ ഇതാ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പത്തിരിയും നമ്മുടെ ചിക്കൻ വിന്താലും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ പത്തിരിക്കും പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനൊക്കെ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.